ഹലോ ഗൈസ്, അപ്പോൾ എന്തായാലും എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എനിക്ക് ഏറ്റവും സങ്കടമുള്ള ദിവസം ഇന്നും ഇന്നലെയും എന്തെല്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ റിമൂവ് ആക്കിന്. പിന്നെ ഞാൻ ഫസ്റ്റ് വിചാരിച്ചിട്ടുണ്ട് എൻ്റെ ആരും ഹാക്കാക്കിയെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ എനിക്ക് യൂട്യൂബിൻ്റെ മെയിൽ വന്നിട്ട് യൂട്യൂബ് റിമൂവ് ആക്കിയെന്ന് പറഞ്ഞിട്ട് എനിക്ക് അപ്പോൾ ഇല്ല ആ സിറ്റുവേഷനിൽ എന്താക്കണ്ടെന്ന് പറഞ്ഞാൽ അത്ര ബേജാറിയും ടെൻഷനും എന്തെല്ലോ അതിന്. എന്നിട്ട് ഇന്നലെ ഞാൻ രാത്രി ഉറങ്ങിയിട്ടേ ഇല്ല. അപ്പം എൻ്റെ അനിയത്തി പിന്നെ മെയിൽ അയക്കാനെല്ലാം അവർക്ക് മെയിലെല്ലാം അയക്കാൻ വേണ്ടിയിട്ട് കുറേ ഹെൽപ്പാക്കിന്. പിന്നെ അങ്ങനെ നമ്മൾ രണ്ടാളും കൂടിയിട്ട് മെയിലെല്ലാം അയച്ച്. അപ്പോൾ ഒരു പറയുന്നത് കിട്ടല്ല എന്ന് തന്നെ പറയുന്നത്. അതെന്തോ ഇഷ്യൂ ആയിട്ട് അങ്ങനെ ഒരു റിമൂവ് ആക്കിയത്. എന്ത് കാരണം എന്നറിയാല ഒരു റിമൂവ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ അത് കിട്ടല്ല എന്ന് തന്നെ പറയുന്നുള്ളത്. കിട്ടിയാൽ കായ് ഭാഗ്യമുള്ളത് കിട്ടും. ഞങ്ങൾ മെയിലെല്ലാം ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടുമോ? നമ്മൾ മെയിലെല്ലാം അയച്ചിട്ടുണ്ട്. എന്താവുമെന്ന് അറിയാല. കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയ സബ്സ്ക്രൈബേഴ്സ് പിന്നെ അതാവാൻ അത്ര കഷ്ടപ്പെട്ടു. ഞാൻ കുറേ കൊല്ലമായിട്ട് 2-3 കൊല്ലമായിട്ട് പിന്നെ എല്ലാവരോടും ഷെയർ ആക്കാനും പിന്നെ ഫ്രണ്ട്സിനോടും എല്ലാവരോടും ഷെയർ ആക്കാനും കസിൻസിനോടും പിന്നെ സിസ്റ്റർ ഓരെല്ലാം ഷെയർ ആക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുത്തതാണ്. യൂട്യൂബിൽ നിന്ന് ഏണിങ്സ് എല്ലാം വരാൻ തുടങ്ങുന്നുണ്ടായിന്. പിന്നെ യൂട്യൂബിൽ നിന്ന് മറ്റേ ഇത് പിന്നെ പിൻ നമ്പറെല്ലാം വന്നിട്ട് വെരിഫിക്കേഷൻ എല്ലാം അതിന് മോണിറ്റൈസ് ആയിട്ട് അങ്ങനെ എല്ലാം ആയിട്ടുണ്ടായ ചാനലാണെന്ന്. അങ്ങനെ അത് എപ്പോഴും അങ്ങനെ ആകുന്നതിന് പുതിയ തുടങ്ങിയങ്ങനെ ഇല്ലേ. എനിക്ക് ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടേയില്ല. എനിക്ക് ഉപ്പ മരിച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ ഞാൻ ലൈഫിൽ ബേജാറാക്കിയത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ ചാനൽ പോയിട്ടാകുമ്പോൾ അത്രക്കും ബേജാറാണ്. അത് പറഞ്ഞറിയാലായി എന്തോ അത്ര കഷ്ടപ്പെട്ട് ഞാൻ അത് ഇതാക്കിയിട്ട് എടുക്കാൻ വേണ്ടി എത്ര വീഡിയോസ് നല്ല വ്യൂസ് ആകുന്നുണ്ടായിനിപ്പോൾ. പിന്നെ എന്താക്കുന്നത് പിന്നെ എൻ്റെ അനിയത്തിയും പിന്നെ എൻ്റെ ബ്രദറെല്ലാം പറഞ്ഞ് ബേജാറാക്കണ്ട, പുതിയ ചാനൽ തുടങ്ങിയെങ്കായി ഇനി അങ്ങനെ വീഡിയോ ഇട്ടെങ്കായി അങ്ങനെ മുമ്പത്തെ പോലെ തന്നെ നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് എല്ലാം കൂടും, ബേജാറാക്കണ്ട എന്നെല്ലാം പറഞ്ഞിട്ട് ഓരെല്ലാം ഇങ്ങനെ സമാധാനിപ്പിച്ചിട്ടാകുമ്പോൾ കുറച്ച് നേരമായി. ഞാൻ അത്ര ടെൻഷനിലുണ്ടായത്, ഇവിടുത്തോളം ടെൻഷൻ തന്നെ ഉണ്ടായത്. കിഡ്സിൻ്റെ എന്തോ പിന്നെ വീഡിയോ ഇട്ടല്ല റിമൂവ് ആക്കിയത് അങ്ങനെ എന്തെന്നറിയാല റിമൂവ് ആയിട്ടുണ്ട്. പിന്നെ മറ്റേ ഇത് റിപ്പോർട്ട് അടിച്ചിട്ടാണ് റിമൂവ് ആക്കിയത് എന്തോ അറിയാല. എനിക്ക് അത്ര കഷ്ടപ്പെട്ട് ഞാൻ അത്രക്കും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം ആക്കിയിട്ടുണ്ടായത്. പിന്നെ വീഡിയോസിനെല്ലാം ഇപ്പം നല്ല വ്യൂസ് വരുന്നുണ്ടായിന്, ഷോർട്സിനായെങ്കിലും നല്ല വ്യൂസ് എല്ലാം വരുന്നുണ്ടായിന്. ആ സമയത്ത് തന്നെ എൻ്റെ ചാനൽ ഡിലീറ്റ് ആയ എനിക്ക് നല്ലോണം ബേജാറാണ്. ഞാൻ ഫസ്റ്റിലെ യൂട്യൂബ് ചാനൽ തുറക്കുമ്പോൾ ഇല്ല എനിക്ക് ഇങ്ങനെ കണ്ടത്. പിന്നെ സ്റ്റുഡിയോ തുറക്കുമ്പോൾ ഇങ്ങനെ കാണിച്ചേ. പിന്നെ യൂട്യൂബ് ചാനൽ തുറക്കുമ്പോൾ ഇങ്ങനെ കാണിക്കുന്നുണ്ട്, വരുന്നേയില്ല. പിന്നെ ഒരു മെയിൽ ചെക്കാക്കുമ്പോൾ ഒരു മെയിൽ ഇങ്ങനെ അയച്ചിട്ടുണ്ടായത്. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് ഒരു മെയിൽ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എൻ്റെ പുതിയ ചാനലിന് ഈലായിട്ടുണ്ടാവും ഞാൻ വീഡിയോ എല്ലാം ഇടുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇല്ല സപ്പോർട്ടാക്കണം, എങ്ങനെ സപ്പോർട്ടാക്കണോ, ഷെയർ ആക്കണോ, സബ്സ്ക്രൈബ് ആക്കണോ, ഫാമിലി ഫ്രണ്ട്സിനെല്ലാവരും ഷെയർ ആക്കണോ. അപ്പോൾ പിന്നെ എന്താ പറയാനുണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ സബ്സ്ക്രൈബ് ആക്കണോ, സപ്പോർട്ടാക്കണോ, ഷെയർ ആക്കണോ, അത്ര ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പോൾ കുഞ്ഞ് കരയുന്നുണ്ട്. അപ്പോൾ എന്താ പറയാനുള്ളത്. അപ്പോൾ ഓക്കെ, ബൈ.